എന്റെ അമ്മേ. ചേർത്തിക്ക് തെറ്റിയതാവനെ വഴിയുള്ളൂ. ദേ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എടാ പൊന്നൂസേ, കരഞ്ഞുമേന്റെ മുഖം എന്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുക. വെളുത്ത് ചുമന്ന് കോലമുടി, കൊച്ചിങ്കളെ പോലുള്ള മുഖവും, നീണ്ടും മെലിഞ്ഞൊരു സുന്ദരൻ. നേര് പറയാലോ, അയാൾക്ക് 20 വയസ്സുള്ളപ്പോ എനിക്കൊരു 14 കാണും. ഈ ഞാൻ പോലും എത്രയോ വട്ടം അയാളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നിട്ടുണ്ടെന്ന് എനിക്കറിയോ? ഉദിച്ചു വരുന്നൊരു സൂര്യനായിരുന്നു. ഇയാളെന്തോന്ന് റബ്ബർ പന്ത് പോലെയുള്ള ഒരു മോന്തിയും കറുത്ത് കരിവാളിച്ച്. കറുത്തത് പട്ടാളത്തിലായതുകൊണ്ടാ. അതെന്താ, വെളുത്തവരാരും പട്ടാളത്തിലില്ലേ? അങ്ങനല്ല, പട്ടാളത്ത് പോലെ ഏത് വെളുത്തോനും ഒന്ന് കറക്കും. അതെങ്ങനെ? ഈ ബോംബൊക്കെ പൊട്ടി വെടിമരുന്ന് ദേഹത്താൽ മനുഷ്യൻ കറുത്തു പോവില്ലേ? പിന്നെ ഇപ്പൊ ഈ കുവൈത്ത് യുദ്ധം കഴിഞ്ഞ് വരുന്ന മലയാളികളെ കണ്ടാലറിയാം, മുഴുവൻ കറുപ്പാ. അത് ശരി. എന്തിന് കുവൈത്ത്? നമ്മളെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഒരു 5-6 മാസത്തേക്ക് തൃശ്ശൂർക്കാർ മുഴുവൻ കറുത്തു പോകാറുണ്ടല്ലോ, വെടിമരുന്നേറ്റിട്ടാ. ഈ ഞാൻ തന്നെ ഇത്രയും കറക്കാൻ കാരണം പെരുന്നാളിന്റെ ഉത്സവത്തിന്റെ ഒക്കെ വെടിക്കെട്ട് കാരണ. എന്തോ എനിക്കറിയാൻ മേല. എന്തായാലും ഈ മനുഷ്യൻ മുത്തച്ഛനും കിത്തച്ഛനും ഒന്നും അല്ല. എന്റെ ചേർത്തി, ആ അടിയോടി അന്തം വക്കീൽ അയാളെ തലകും വിലകും വിസ്തരിച്ചില്ലേ? പോലീസിനും വക്കീലിനും ഒന്നിച്ചു പറ്റിക്കാൻ ഈ ലോകത്ത് ഒരുത്തനും സാധ്യമല്ല. ഏതവനെയും പറ്റിക്കാൻ കഴിവുള്ള ഏതോ യമലോക പെരട്ടിയവൻ. തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിൽ കൈമുക്കി ഞാൻ പറയാം, അയാളല്ല ഇയാള്, ഇയാളല്ല അയാള്. മാത്രമല്ല, പിടിച്ചിറക്കി വിട്ടാ പിന്നെ തിരിച്ചു വരും. ഈ റബ്ബർ പന്ത് അവർക്ക് തന്നെ തോന്നണം ഒരു പരിപ്പ് കൂടെ വേകില്ലെന്ന്. ചോയ ഒഴിഞ്ഞു പോയാ പിന്നെ തിരിച്ചു വരികയില്ല. തിരിച്ചു വന്നു. സാർ, മിസ്റ്റർ ബാബുരാജിന് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അതിനെന്താ, വരാമല്ലോ. കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാൻ മുത്തച്ഛ, കുറച്ച് കൂടുതൽ സംസാരിക്കാനുണ്ടേ. ആയിക്കോട്ടെ. ഞാൻ നമ്മുടെ മുത്തച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവാണ്. കേൾക്കണമെങ്കിൽ കേൾക്കാം. പറയൂ, എന്താണ് സംസാരിക്കാനുള്ളത്? പറയാം. താങ്കൾ പട്ടാളത്തിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ജമ്മുവിൽ. ജമ്മു കാശ്മീരിൽ. मैं आपसे थोड़ा हिंदी में बात करना चाहता हूँ. नहीं तो ये सब छोड़ के कम से कम हिंदी में एक बात तो बोलिए. कश्मीर, बिहार और बंगाल के बारे में मैं बहुत कुछ जानता हूँ. वो मेरे दिल में ही रहे. वो तुम्हारे को सुनाने का जरूरत नहीं. उस डाल लेक में हाउस बोट होता है, देखा है कहीं? उसमें जिंदगी का बहुत तरीका देखा हूं. उसका आमने सामने किया हूं मैं. समझा? मेरे बारे में तुम क्या जानते हो? इधर उधर से मिला हुआ नॉलेज तो अच्छा होता है, मगर तुम्हारा जो है वो पक्का नहीं, कच्चा है, कच्चा. तुम अपने आप को बहुत बड़े समझते हो. उसका नाम है अहंकार. ഡോക്ടർ എന്ത് പറഞ്ഞു? അല്പം കൂടി ജീവൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. ഒരു ഗുണ്ടയെ കൂടി വിളിച്ചോണ്ട് പോവാ, എന്നിട്ട് ബാക്കിയുള്ള ജീവൻ കൂടി എടുത്തോ. ഇതൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് നടന്നതല്ല. വലത് കൈ കൊണ്ട് ഇടിക്കുകയും ഇടത് കൈ കൊണ്ട് തലോടുന്നതായിട്ട് അഭിനയിക്കുകയും ചെയ്യുക ഒരു മുതലാളിത്ത തന്ത്രമാണെന്ന് പണ്ട് കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അപ്പൊ ഈ കാറൽ മാർക്സ് പറയാത്തായിട്ട് ഒന്നുമില്ല ഈ ലോകത്തിൽ. ഒന്നുണ്ട്. ബൂർഷ്വാ വർഗത്തെ ഒറ്റയ്ക്കൊരു തൊഴിലാളിക്ക് നശിപ്പിക്കാൻ പറ്റുന്ന അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് ചെയ്യും. മിസ്റ്റർ സാരഥി, ആരാണ് ഇവിടുത്തെ ബൂർഷ്വാ? ഈ പെൺകുട്ടിയോ അതോ ഇതിന്റെ താഴെയുള്ള 3 കൊച്ചു പിള്ളേരോ? കുര്യച്ചൻ ഇങ്ങനൊരു മാർഗം സ്വീകരിച്ച് ഞങ്ങൾക്ക് ശരിക്കും വിഷമമുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ സാരഥി ആക്ട് ജോലിക്ക് കയറണം. ഇനി എന്റെ ഡോഗ് വരും നിങ്ങളുടെ ജോലിക്ക്. അതിപ്പോഴത്തെ ചൂടൊന്ന് തണുത്തിട്ട് ആലോചിച്ചാ മതി. ഒന്നും പറയണ്ട, നിങ്ങൾ വെറും മണ്ണ. നിങ്ങളുടെ തളിക്കകത്ത് മണ്ണ. ശാന്തേ, നിങ്ങൾക്ക് പറ്റിയത് പോലീസ് പണി തന്നെയാ. എങ്ങാണ്ടൂന്ന് കയറി വന്ന ഒരു കിഴവൻ പിള്ളേരെ ഒറ്റയടിക്ക് കയ്യിലെടുത്തു. അയാള് പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ഞാനൊന്ന് ഡാൻസ് ചെയ്താലോ? ഓട്ടം തുള്ളലൊക്കെ കുറച്ച് എനിക്കറിയാലോ. കുട്ടികളോട് നന്നായി പെരുമാറി അവരുടെ സ്നേഹം പിടിച്ചെടുത്തില്ലെങ്കിലേ ഇവിടുന്ന് ഓടിത്തുള്ളി പോവേണ്ടി വരും. ഓടണോ തുള്ളണോ എന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. കാണാം.
മോൻ ഗംഭീരമായിട്ട് ക്രിക്കറ്റ് കളിക്കണ്ടല്ലോ. ക്രിക്കറ്റ് അല്ലാതെ എന്തായാലും കളി ഗംഭീരം തന്നെ. മോന്റെ ഈ മിടുക്കും കളിയൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരിക. അതെന്താ? ഇതുപോലെ തന്നെയായിരുന്നു ഞാനും. അന്നത്തെ കളി കള്ളനും പോലീസും കളിക്കില്ല. അമ്മാവൻ ഒറ്റയ്ക്ക് കള്ളൻ, അപ്പുറത്തുള്ളവര് മുഴുവനും പോലീസുകാര്. എല്ലാ കളിയിലും കള്ളൻ പോലീസുകാർ ഇടിച്ചു വീഴ്ത്തും. അങ്ങനെ സ്റ്റണ്ടൊക്കെ അറിയോ? പിന്നെ മോൻ സിനിമയിൽ ജാക്കി ചായനെ പറ്റി കേട്ടിട്ടില്ലേ? അതേപോലെ അമ്മാവനും സ്റ്റണ്ട് ചെയ്യും. എന്നാ നമുക്ക് കളിക്കാം. കളിക്കാം. മോൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്ക്. അമ്മാവൻ ഇടിക്കുന്ന പോലെ കാണിക്കുകയുള്ളൂ, മേല് കൊള്ളില്ല കേട്ടാ. ദാ. ശും. മേല് കൊണ്ടില്ലല്ലോ. ഇല്ല. ആ, വാ. ഇനി ഇതുപോലെ തന്നെ വന്ന് നിൽക്ക്. ആ, അതുപോലെ തന്നെ വീഴണം. ആ. ശും. അയ്യോ. ഇനി ഞാൻ ഇടിക്കാം. ഓ, ഞാൻ വീഴാം. റെഡി? ഞാൻ വീഴാം. ആ. ആ. വാ വാ വാ. മോനെ. ഓ. കൊല്ലല്ലോ ചക്കൻ. തോറ്റു തോറ്റു തോറ്റു. ഇത് നല്ല കളി, എന്നും കളിക്കാം. ആ, മരണം വരെ കളിക്കാടാ. എന്നാ അയ്യോ. പത്രല്ലടാ കൈ തരാൻ. എന്റെ മൂത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാ? എന്തേ? ഒന്നുമില്ല. ഇവിടെ എവിടെങ്കിലും പൊട്ടിയിട്ടുണ്ടോ നോക്കി. എവിടെ? ഇവിടെ പൊട്ടിയിട്ടുണ്ട്. പുറത്തോടിഞ്ച് വരാനല്ല. അല്ല, വായിൽ ഉപ്പുരസം തോന്നുന്നുണ്ട്. ചെറുതായിട്ട് ഒരു പുരസം ഇല്ലേ? എന്നാ ഉള്ളു പൊട്ടിയിട്ടുണ്ടാവും. അവൻ നല്ല മിടുക്കനാ. എന്നാ ഒരു നല്ല ഇഷ്ടായി. പൊട്ടിച്ച മോനെ നിന്നെ ഞാൻ കൊല്ലും. ഇപ്പൊ ശരിക്കും അടി ഓടിയായി. ആരാ മീര ഇത്? അത് ഞാനൊരു നിമിഷ കവിയാണ്. എങ്കിൽ ഈ നിമിഷം തന്നെ എഴുന്നേക്കണം. യാതൊരു മാനസില്ലാതെ കയറി വരിക, ഇരിക്കുക. നേരെ ഞാൻ ദുർബലനാണ് സ്നേഹത്തിന്റെ കാര്യം വരുമ്പോ മാത്രം. അല്ലാത്തപ്പോ ഞാൻ വെറും തൊട്ടിയാണ്. അത് വന്ന വരവിൽ തന്നെ മനസ്സിലായി. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? പ്ലീസ് മിസ്റ്റർ ബാബുരാജ്, ഇങ്ങോട്ട് വരൂ. നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് വലുത് മോഹൻ സാറാണ്. അദ്ദേഹത്തിന് കൊടുത്ത വാക്കാണ്. ആ വാക്ക് എനിക്ക് പാലിക്കണം. എനിക്ക് ഹൃദയം തുറന്നൊന്ന് സംസാരിക്കണം. ഹൃദയം തുറക്കാനൊന്നും ഇപ്പൊ പറ്റില്ല. പിന്നെ എപ്പോ പറ്റും? വീട്ടിലും ആൾക്കാരുടെ ശല്യം. പിന്നെ എന്റെ നിമിഷ കവിതയെ പറ്റി ഒന്നും പറഞ്ഞില്ല. പ്ലീസ്, പിന്നെ സംസാരിക്കാം. എപ്പോ? ഒരു കാര്യം ചെയ്യാം. എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രാത്രി വീട്ടിൽ ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് ഒന്ന് വരുമോ? അത് പറ്റില്ലെങ്കിൽ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സംസാരിക്കാം. വേണ്ട, ഞാൻ വരാം. ഉറക്കത്തെ ഒന്നൊരു കുറവുമില്ല. മോണെന്തിനാ കരയുന്നത്? പാലോ മറ്റോ വേണം എന്തോ. അല്ല കുഞ്ഞമ്മേ, മഞ്ജുവിന്റെ ബാവ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വീണു തോന്നുന്നു. അതാ. അയ്യോ, ആണോ മോളെ? കുഞ്ഞമ്മേ, ഒന്ന് പോയി എടുത്തോണ്ട് വാ, അല്ലെങ്കിൽ ഇവള് കരച്ചിൽ നിർത്തില്ല. ഓ, അതിനെന്താ, ഞാൻ എടുത്തിട്ട് വരാലോ. ആ കുഞ്ഞമ്മേ, പുറത്ത് നല്ല മഞ്ഞുണ്ട്. ഇത് തലവഴി മൂടിക്കോ. തണുപ്പ് കാലല്ലോ ഇത്. തണുപ്പില്ല, പക്ഷെ ഭയങ്കര മഞ്ഞാണ്. ഈ മഞ്ഞ് തലയിലോ ദേഹത്തോ വീണ ആ നിമിഷം കടന്നു പോകും. അങ്ങനൊരു മഞ്ഞ്. അവിടെ നോക്കി കാണും. എന്തായി? സംഗതി കുളമായി. എന്ത്? കുളത്തിൽ വീണു കുളമായി.